ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്തെന്ന് വെച്ചാൽ കുമ്പളങ്ങ കൊണ്ടൊരു മസാലക്കറിയാണ്. ആദ്യം തന്നെ കുമ്പളങ്ങ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് അത് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു 2 സവാളയും 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് മാത്രം അതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് വെന്ത് വന്ന ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് നമ്മളൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് പിന്നീട് അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട അതിട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വന്ന ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി കട്ട് ചെയ്ത് വെച്ച് കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നീട് ഒരു മുറി തേങ്ങയുണ്ടല്ലോ, അത് തേങ്ങാക്കൊത്ത് പോലെ ആക്കിയിട്ട് അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ കൂടി നല്ല രീതിയിൽ റോസ്റ്റായി വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച കുറച്ച് സവാളയും തക്കാളിയും ഉണ്ടായിരുന്നല്ലോ, അത് കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന മസാലപ്പൊടികൾ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാല, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ചിക്കൻ മസാല, 2 ടീസ്പൂണോളം മല്ലിപ്പൊടി. നമുക്ക് നല്ല രീതിയിലൊന്ന് വറുത്തെടുത്ത ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നല്ല രീതിയിൽ പേസ്റ്റ് പോലെ തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ തക്കാളിയും ഉള്ളിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വല്ലാണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടിക്ക് തന്നെയാണ് നമ്മൾ കറി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് നമുക്ക് കറി കൊണ്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കൊരു വറവിടണം. അതിനായിട്ട് നമ്മളൊരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് കൂടി, അതായത് ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടി നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കറി തിളച്ച് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ വറവുണ്ടല്ലോ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ മസാലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്